ഇത് ഓട്ടിക്കേണ്ട കംഫർട്ട് എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. വണ്ടി കിടത്തിയാൽ തന്നെ സൈലൻസർ വെച്ച് തീപ്പൊരിയൊക്കെ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഈ കാലൊക്കെ എടുത്ത് എവിടെ വയ്ക്കുന്നു അവിടെ തന്നെ നമുക്ക് ബ്രേക്ക് എല്ലാം കൊണ്ട് വെച്ചിരുന്ന രീതിക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണ്. അവൻ്റെ നിന്ന് ഞാൻ മാത്രമല്ല വേറെ കുറച്ച് പേരും വണ്ടി ഇതിനെക്കൊണ്ട് തള്ളിയിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് റിവ്യൂ ഉള്ളത് ദ റോയൽ എൻഫീൽഡ് മെറ്റിയോർ 350. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഇതിനെക്കാട്ടി കംഫർട്ടുള്ള വണ്ടി കാണിച്ചു തന്നു കഴിഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എടുക്കാൻ ചുമ്മാ ഇട്ടതാണ്, സെറ്റിൽമെൻ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു വണ്ടി ഇനി നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ആണ്. ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ കാരണം എനിക്ക് റോയൽ എൻഫീൽഡിൻ്റെ 3 വണ്ടിയാകെ ഇഷ്ടമുള്ളൂ. ഹിമാലയൻ, GT 650, മറ്റത് മെറ്റോ 350. ഇതിൻ്റെ ലുക്കിലല്ല, ഇത് ഓട്ടിക്കാൻ നല്ല രീതിക്ക് കംഫർട്ടാണ്. KTMൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ എടുത്തുടനെ റേസ് ട്രാക്കിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് എടുത്തുടനെ നിങ്ങൾക്ക് ലോങ് ട്രിപ്പിലോട്ട് കൊണ്ടുപോകാം. അമ്മാതിരി ഒരു ബിൽഡ് വണ്ടിയാണ്. പിന്നെ ഇതിലിപ്പോൾ മിററൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ആ ഹാൻഡിലാണ് മിറർ വെച്ചേക്കുന്നത്. ഇത് ഊരിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. സീറ്റിംഗ് കംഫർട്ടൊക്കെ അപാര സീറ്റിംഗ് കംഫർട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ സീറ്റൊക്കെ നല്ല രീതിക്ക് വൈഡാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര ദൂരം പോയാലും അറിയാൻ പോലും പറ്റില്ല. ഇത് ഓട്ടിക്കേണ്ട കംഫർട്ട് എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അമ്മാതിരി കംഫർട്ടുള്ള വണ്ടിയാണ്. കാലൊക്കെ അങ്ങ് ദൂരോട്ട് വെച്ചിട്ട് കിള്ളായിട്ടിരിക്കുക. പിന്നെ ബാക്കിലും നല്ല രീതിക്ക് കംഫർട്ടും വൈഡായിട്ടുള്ള സീറ്റാണ്. എനിക്ക് ചാരി ഇരുന്ന് പോകാം. ഇത് ഞാൻ കോളേജ് പഠിക്കാൻ നേരത്താണ് അവ എടുത്തത്. ഇത് ഇറങ്ങിയ സമയത്താണ് അവ എടുത്തത് എത്രയോ 2.14 എത്രയായിരുന്നു. അതിന് റേറ്റ് നല്ല രീതിക്ക് കൂടി. അവർ GT എടുക്കാൻ വേണ്ടി നിന്നിട്ട് പിന്നെ വീട്ടുകാരാണ് ഇത് എടുത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ അവൻ GT എടുക്കോളായിരുന്നു. ഈ ഒരു സാധനത്തിന് പിന്നെയും കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ ഒരു മീറ്റർ കൺസോളിൽ വരുന്ന സാധനം എന്ന് വെച്ചാൽ ഗിയർ ബോക്സ് ഇൻഡിക്കേറ്റർ വരും, ട്രിപ്പ് വരും, ഫ്യൂൽ വരും, ബാറ്ററി, പിന്നെ ഇൻഡിക്കേറ്റർ. ഇതിൽ സ്പീഡോമീറ്റർ മാത്രമേ വരും. നിങ്ങൾക്ക് RPM മീറ്ററോ ടാക്കോമീറ്ററോ ഒന്നും ഇതിൽ കാണാൻ കഴിയില്ല. പിന്നെ ഇതിൽ ഇവിടെ ആയിട്ടൊരു ക്ലസ്റ്റർ ഉണ്ട്. ആ ക്ലസ്റ്ററിൽ നിങ്ങൾക്ക് ടൈം കാണിച്ചു തരും. പിന്നെ ഇതിൽ തന്നെ ഗൂഗിൾ മാപ്പ് ഇടാൻ പറ്റും. അതിലിട്ട് വലിയ ഇൻഫർമേഷൻ കിട്ടില്ല, ജസ്റ്റ് തിരിയേണ്ട ഡയറക്ഷൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു DRL ഉണ്ട്. ഇത് മാത്രമേ ഈ വണ്ടിയിൽ LED ആയിട്ട് വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും എല്ലാം ഹാൽജൻ തന്നെയാണ്, നോർമൽ റോയൽ എൻഫീൽഡ് വരുന്ന രീതിയിൽ. പിന്നെ ബുള്ളറ്റിൻ്റെ കാട്ടിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വൈബ്രേഷൻ ഒരുപാട് കുറവാണ്. ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ തന്നെ നല്ല രീതിക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാലൊക്കെ എടുത്ത് എവിടെ വയ്ക്കുന്നു അവിടെ തന്നെ നമുക്ക് ഗിയറും ബ്രേക്കും എല്ലാം കൊണ്ട് വെച്ചിരുന്ന രീതിക്ക് ബ്രേക്ക് ലിയേഴ്സ് ആയിക്കോട്ടെ, ക്ലച്ച് ലിയേഴ്സ് ആയിക്കോട്ടെ, 2 നിലയ്ക്ക് വൈഡാണ്. അപ്പം കുറച്ചുകൂടെ ലെസ് എഫർട്ട് ഇട്ട് പിടിക്കാൻ പറ്റും. സ്റ്റാർട്ട് ബട്ടണും കിൽ സ്വിച്ചും എല്ലാം ഇൻ്റഗ്രേറ്റാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വണ്ടി ഓഫാണ്. കിൽ സ്വിച്ച് ഞാൻ ഓണാക്കി. റൈറ്റിലോട്ട് ഞാൻ ഒന്നുകൂടെ ആക്കിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആക്കിക്കഴിഞ്ഞാൽ ഓഫാവും. ഈ ഒരു സെറ്റപ്പാണ് അതിൽ. പിന്നെ ഇടത് സൈഡിലും ഡിമ്മും ബ്രൈറ്റും പാസും എല്ലാം ഇങ്ങനത്തെ ഒരു സ്വിച്ച് തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, മീറ്ററിലുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് ഹാൻഡിൽ തന്നെ പ്രൊവൈഡ് അത് വെച്ച് മാറ്റാൻ പറ്റും. ഇങ്ങനെ സ്റ്റോക്കായിട്ട് വരുന്ന മിറേഴ്സ് അവർ റിപ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മിറർ സെറ്റപ്പാണ് അവൻ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബ്രേക്കിങ്ങിലോട്ടൊക്കെ കാര്യം വരികയാണെങ്കിൽ ഇതിൻ്റെ അത്യാവശ്യം ഡീഫൻറ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആരൊക്കെ വരുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ഹോസ് തന്നെ ബ്രേഡഡ് ആയിട്ടുള്ള ബ്രേക്ക് ഹോസാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ആണെങ്കിൽ 300 mm, റയർ ഡിസ്ക് ആണെങ്കിൽ 270 mm. ചാനൽ ABS കൂടിയാണ് ഈ ഒരു വണ്ടി വരുന്നത്. അതുകൊണ്ട് ഓടിക്കാൻ നേരത്ത് പിടിച്ച് നിൽക്കില്ലെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിടിച്ചാൽ നിൽക്കും. പിന്നെ ബ്രേക്ക് പെഡലായാലും നല്ല രീതിക്ക് വൈഡായിട്ടുള്ള ബ്രേക്ക് പെഡലാണ് ഇതിൽ വരുന്നത്. വണ്ടി ഞാൻ റിവ്യൂ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ മുമ്പ് വണ്ടി ഓടിച്ച് പഠിക്കുന്ന പോലത്തെ ഇവൻ്റെ വേറൊരു വണ്ടി അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിൻ്റെ പാഷൻ പ്രോ പ്ലീസ്. ആ വണ്ടി ഇതിനൊക്കെ ഓടിക്കാൻ തന്നെ ഞാൻ കൊണ്ട് തള്ളിയിട്ട് അവൻ്റെ എൻ്റെയും കൈയും കാലൊക്കെ മുറിഞ്ഞായിരുന്നു. ആ ഒരു രീതിയിലാണെങ്കിൽ ഞാൻ ഈ വണ്ടി അവൻ ഒരിക്കലും കൊടുക്കില്ലായിരുന്നു. പക്ഷേ അവൻ എനിക്ക് ഈ വേണ്ടി തന്നു. ആ ഒരു അഡീഷണൽ വൈസർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൈസറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവരൊക്കെ ഇവിടെ ഒരു റൈസറൊക്കെ ഇട്ട് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ മാറ്റുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്, GTയുടെയൊക്കെ ഈ ഒരു ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലേഴ്സിനൊക്കെ എനിക്ക് കൊണ്ട് ഒരു 6000 രൂപ അടുപ്പിച്ച് റേറ്റ് വരുമെന്ന്. അപ്പോൾ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം എടുത്ത് ഡയറക്റ്റ് ഫുഡ് അതിൽ വെക്കാൻ പറ്റും. ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലും വീഡിയോയിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ആ ഒരു കാര്യം ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വണ്ടി കുറച്ച് ഓടിച്ചുകൊണ്ട് ഒപ്പായിരിക്കാം. പിന്നെ ഗൈസ്, ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നല്ല രീതിക്ക് കുറവാണ്. ഇത് നല്ല രീതിക്ക് ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ നല്ല രീതിക്ക് ഒരു ഓപ്ഷനാണ്. പിന്നെ ഇതിൽ വേറെ പ്രത്യേകതയുണ്ട്, ഗിയർ പെഡലിന് കുറച്ച് സവിശേഷതകളുണ്ട്. എന്ന് വെച്ചാൽ നോർമലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്പ്ലെൻഡറിലൊക്കെ വരുന്ന ഇതിൽ ഇങ്ങനെയും ചവിട്ടാം, അല്ലെങ്കിൽ താവട്ട് ചവിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇട്ട് ചവിട്ടുകയും ചെയ്യാൻ നോർമലായിട്ട് വണ്ടി യൂസ് ചെയ്യുന്ന പോലെ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഗിയറിൻ്റെ സ്പെഷ്യാലിറ്റീസ്. എനിക്ക് നല്ല കാലിന് നീട്ടുള്ളതുകൊണ്ട് ഹാൻഡിൽ തിരിക്കുമ്പോൾ തട്ടുന്നുണ്ട്, അല്ല ഹാൻഡിൽ തിരിക്കുമ്പോൾ തട്ടുന്നതല്ല, ഈ ഒരു മിറർ വെച്ചുകൊണ്ട് ഇതുവരെ തട്ടുന്നതാണ്. പക്ഷേ 2 സൈഡിൽ ചരിക്കുമ്പോഴത്തേക്ക് ടാങ്കിലൊന്നും സ്ക്രാച്ചൊന്നും വരുത്തുന്നില്ല. പിന്നെ ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു ടോർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇത് വെച്ച് വേണമെങ്കിൽ ലോങ് ട്രിപ്പ് പഠിക്കാം, ഓഫ് റോഡ് പഠിക്കാം. പിന്നെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് വണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ പൊസിഷൻ ഇതായിരിക്കും. ഞാൻ ശ്രദ്ധിക്കാതെ വെച്ച് റിവേഴ്സ് എടുത്ത് ഇങ്ങനെ വരുന്നത് കാല് വന്നിരിക്കും. അത് 2 പ്രാവശ്യം എനിക്ക് ഇടിച്ചിട്ടുണ്ട്. പിന്നെ കാലും പോകേണ്ട ചാൻസസ് വളരെ കൂടുതലാണ്. ബ്രേക്ക് പെഡലും ഗിയർ പെഡലൊക്കെ നമ്മൾ കാലിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ജസ്റ്റ് നമുക്ക് സംശയം വരും അവിടെ ബ്രേക്ക് പെഡലൊക്കെ കൊണ്ടുവന്ന് അതൊന്ന് നോക്കി ചവിട്ടേണ്ടി വരും. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന സൈലൻസർ ഇതിന് ഹൈറ്റ് പറയാൻ നല്ല രീതിക്ക് ലോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ട് വണ്ടി കിടത്തിയാൽ തന്നെ സൈലൻസർ വെച്ച് തീപ്പൊരിയൊക്കെ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ഞാനാണ് ഈ വണ്ടി ഇപ്പോൾ റിവ്യൂ ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കില്ലായിരുന്നത്. അവൻ്റെ ആ പ്രേഷൻ ബ്രോ ഞാനും അവനോട് വണ്ടി എനിക്കൊന്ന് ഓടിക്കാൻ ചെറുതായിട്ട് അറിവുള്ളായിരുന്നു. ഞാൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയിട്ട് അന്ന് ഒട്ടും അറിയില്ല തന്നെ പറയാം, ഒട്ടുമല്ല ചെറുതായിട്ടൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ വളവിലൊന്നും എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പോൾ കോളേജിൻ്റെ അവിടെ നിന്നൊരു വളവ് കയറി വന്ന് വളയ്ക്കാൻ നേരത്തെ അവൻ്റെ അടുത്ത് വെച്ചാൽ ഏത് കയറി പോട്ടെന്ന്. അപ്പോൾ അവൻ വിചാരിച്ചു എനിക്ക് നല്ലോണം ഓടിക്കാൻ അറിയാമെന്ന്. അവൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള കയറി പോയി കയറാൻ പറഞ്ഞു. ഞാൻ ഒരു 4ാമത്തെ കയറി അറിഞ്ഞ് പിന്നെ കയറി വന്ന് വളവ് വളഞ്ഞില്ല, നേരെ താഴെ പോകേണ്ടതായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് എങ്ങനെയോ താഴെ പോയില്ല, രക്ഷപ്പെട്ടു. അതിനുശേഷം കുറച്ചുകൂടെ മുകളിലോട്ട് ഇവൻ ബാക്കിൽ നിന്ന് വിളിച്ച് നമ്മൾ രണ്ടുകൂടെ പറഞ്ഞടിച്ച് വീണ് 2 പേരെ കൈയും കാലും മുറിഞ്ഞു. എനിക്കൊന്നും പറ്റിയെന്നാണ് വിചാരിച്ചത്. വീട്ടിൽ ചെന്നപ്പോഴാണ് പാൻറ്റ് കീറാതെ തന്നെ കാര്യം മുറിഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചത്. അവനും അല്ലറല്ല പരിക്കും, പക്ഷെ ആ വണ്ടിക്ക് ഒരു പരിക്കും പറ്റിയില്ല. ഇത് അവൻ്റെ നിന്ന് സ്ഥിരം പരിപാടിയാണ്. അവൻ്റെ നിന്ന് ഞാൻ മാത്രമല്ല വേറെ കുറച്ച് പേരും വണ്ടി നിനക്കൊണ്ട് തള്ളിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 60ലൊക്കെ 60 കയറി ഓടിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ എനിക്ക് ഇതിൻ്റെ ക്രൂസ് ചെയ്യാൻ സ്പീഡ് വെച്ചൊരു 80-90ലൊക്കെ കിട്ടില്ലായിട്ട് സ്ട്രൈറ്റ് ഓടി ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. നല്ല എനിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി കൺട്രോളൊന്നും പോകത്തില്ല. സ്ട്രൈറ്റ് റോഡൊക്കെ അടിക്കാൻ കിട്ടില്ലുമാണ്. ഇതിൻ്റെ സീറ്റിൽ പറ്റി പറഞ്ഞാൽ ഇരുന്നാൽ നല്ല രീതിക്ക് സോഫ്റ്റുമാണ്, വൈഡുമാണ്, സെറ്റായിട്ടിങ്ങനെ കംഫർട്ടബിളായിട്ടിരുന്ന് ഈ വണ്ടി ഓട്ടിക്കാം. ഇത് കുറച്ച് നമ്മളൊന്ന് അറിഞ്ഞ് കിടത്തി കഴിഞ്ഞാൽ സൈലൻസർ വരെയും അതെനിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഹീറ്റിംഗ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്. ഈ വണ്ടി അവരിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് പുതിയത് എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഈ ഒരു പഴയ വണ്ടിയായാലും ഇതിൻ്റെ റിവ്യൂ ഇടാൻ കാരണം ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന കംഫർട്ടാണ്. ഇതൊരു പക്കാ ക്രൂസർ ടൈപ്പ് വണ്ടിയാണ്. ചിലവരൊക്കെ ഈ വണ്ടിയുടെ ഹാൻഡിലൊക്കെ റൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് എങ്കിലും ഈ ഹാൻഡിലേക്ക് പക്ക കംഫർട്ടാണ്. അവനും കംഫർട്ടബിൾ തന്നെയാണ്. പക്ഷേ അവന് ഹൈറ്റ് കുറവാണെങ്കിലും പിന്നെ ഇത് ബാക്കിലോട്ടൊക്കെ നീക്കാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിക്ക് നിങ്ങൾക്ക് സീറ്റിലൊക്കെ പിടിക്കും അവിടെ എവിടെയൊക്കെ പിടിച്ച് നീക്കാൻ പറ്റും. ഈ ബാക്കിരിക്കുന്ന ആൾക്കാരിൽ നല്ല രീതിക്ക് കംഫർട്ടാണ്. ചാരിയൊക്കെ ഇരുന്ന് വണ്ടി ഓടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി ഈ വണ്ടി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമാണ്. ഒരു ചെറിയൊരു ബാസുള്ളൊരു സൗണ്ടും ഉണ്ട്. കുറച്ചൊന്ന് ത്രോട്ടിൽ ഓപ്പണാക്കുന്ന സൗണ്ടിന് വ്യത്യാസം വരും. പിന്നെ RPM മീറ്ററില്ല, അതൊരു പോരായ്മയായിട്ടൊന്നും തോന്നില്ല. അതിൻ്റെ ദോഷം സത്യം പറഞ്ഞില്ല. ജസ്റ്റ് കൈ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും ഗിയർ മാറാറായോ ഇല്ലെന്ന്. പിന്നെ ഈ ഒരു മീറ്റർ സത്യം പറഞ്ഞാൽ അന്ന് ഒരുപാട് നാൾ മുമ്പ് ഇറക്കിയതാണെങ്കിലും ലൊക്കേഷൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാനൊന്നും പറ്റില്ല. ജസ്റ്റ് തിരിയുന്ന ഡയറക്ഷൻ മാത്രം കാണിക്കുക, അല്ലെങ്കിൽ ടൈം. അതാകുമ്പോഴത്തേക്കും ഈ മിററാൻ ചുമ്മാ വെച്ചേക്കുന്നതാണ്. കേസ് ഇതിൽ നോക്കിയാൽ കാണത്തില്ല. ഞാൻ മുമ്പ് ഒരു ദിവസം ഇത് വീട്ടിലോട്ട് എടുത്തോണ്ട് പോകുന്ന വഴിക്ക് ഞാൻ ഈ മിറർ നോക്കിയപ്പോൾ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു റൈറ്റിലോട്ട് തിരിയാൻ നേരത്തെ, പക്ഷേ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു മിററിൽ കാണത്തില്ലാത്തതാണ്. ഇതിൽ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ഇത് വെക്കുന്ന സേഫ് ഒന്നും അല്ല. വെച്ചിട്ടെങ്കിൽ ചുമ്മാ ഹിസ്റ്ററി പർപ്പസിന് വെക്കണം. ഇത് നോക്കി ഓടിക്കാൻ നിന്നാൽ ഉറപ്പായിട്ടും പടമാവും. ഞാൻ ഇപ്പോഴേ വേണമെങ്കിൽ എടുത്ത് പറയാം. പിന്നെ ഈ റൈറ്റ് സൈഡിലോട്ട് കോർണറൊക്കെ ചെറുതാണ്. കോർണറൊന്നും എടുക്കേണ്ട, ചുമ്മാ നോർമൽ നമ്മൾ വണ്ടി കിടത്തിയാൽ മതി. സൈലൻസർ പറഞ്ഞ് തീപ്പൊരി വരുത്തി നിങ്ങൾ പോവാം. ബാക്കിൽ നിന്നൊരു ചേച്ചിയുണ്ട്, വന്ന് കയറുമോ എന്തോ. അവൻ പിന്നെ സ്ഥിരം മിററിലാണ് ഓടിക്കുന്നുണ്ട്, അവനൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മിറർ വെച്ച് മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടുള്ള സ്ലോ വളവൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു സാധനം വന്ന് കാലിലിടിച്ച് ചിലപ്പോൾ പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ചെറിയതായിട്ടുള്ള രീതിയിൽ പണിയൊക്കെ കിട്ടും. പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഒരു 35 ആണ്. പക്ഷേ അവന് 35 അല്ല, നോർമൽ യൂസിനൊക്കെ ഒരു 32 ഒക്കെ കിട്ടും. എങ്ങനെയൊക്കെ അത്യാവശ്യം പൊളിച്ച് ഓടിച്ചാലും പതുക്കെ ഓടിച്ചാലും. പിന്നെ സസ്പെൻഷനൊക്കെ നല്ല കംഫർട്ടാണ്. ഈ ഒരു വമ്പൊന്നും അറിയാനൊന്നും പറ്റുന്നില്ല. പക്ഷേ മോണോഷോക്കല്ല, 2 സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് സിൻസിയറായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്പെക്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ടൊക്കെ പോകാത്ത ഡിസ്കണ്ടിന്യൂ ആയ വണ്ടിയാണ്. പിന്നെ ഒരുപാട് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ കംഫർട്ട് എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത് തന്നെ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചുമ്മാ അതേപോലെ ഇറങ്ങി പോകാൻ പറ്റുമെങ്കിൽ ലൈക്ക് അടിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ ഞാൻ ഇൻസ്റ്റാഡിൽ കൂടെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ആരെങ്കിലും വണ്ടി റിവ്യൂ ആണെങ്കിൽ അതുകൊണ്ട് കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് അതുകൂടെ ചെയ്തേക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.